ഈ പഴയ സ്റ്റഡി ടേബിളിനെ നമുക്ക് പുതിയതാക്കിയാലോ? ഇത് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആക്കിയെന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മോളുടെ സ്റ്റഡി ടേബിൾ ആകെ മോശമായിരുന്നു. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സ്റ്റിക്കർ വാങ്ങിയായിരുന്നു. 144 രൂപ മാത്രമാണ് ആ സ്റ്റിക്കറിൻ്റെ വില. അപ്പം നമുക്കൊരു 144 രൂപയ്ക്ക് ടേബിൾ വൃത്തിയാക്കാൻ പറ്റിച്ചാൽ അതൊരു നല്ല കാര്യമാണല്ലോ. ഇത് എത്ര കൊണ്ട് ലാസ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും 144 രൂപയ്ക്ക് ഒരു വർഷം ഓടിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിള് അങ്ങനെ ശോചനീയമായപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു ഷീറ്റ് വാങ്ങി വിരിക്കൽ തുടങ്ങിയത്. ഷീറ്റ് പക്ഷേ ഷീറ്റിനൊരു മൊരുന്നനെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ കൈ വെച്ച് എഴുതുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരികയാണ്. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ ഒരു സുഖം വേണമല്ലോ, എന്നാലേ നമുക്ക് കോൺസെൻട്രേഷൻ വരുള്ളൂ. അപ്പം എന്തായാലും ഒരു ഷീറ്റ് വാങ്ങി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള സാധനമൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇതിനെന്താ ഒരു പോംവഴിയെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ അവസ്ഥ. പിന്നെ ഇവിടെ ഈ കാണുന്ന കളറ് ഞങ്ങളുടെ വാഷ് ബേസിനായിരുന്നു കേട്ടോ മുന്നവിടെ. അതാണ് ഈ ടൈലൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ വാഷ് ബേസിൻ യൂസ് ചെയ്യാണ്ടായപ്പോൾ എന്നാൽ പഠിക്കാനുള്ള സൗകര്യം അവർക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് കോണിയുടെ ചോട്ടിൽ നമ്മൾ അവർക്ക് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അവളായിട്ട് തന്നെയാണ് അതിനെങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ടും ഭംഗിയാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നത്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തലപ്പ് ഊരി കിട്ടണമല്ലോ. ഞാനാണെങ്കിൽ ആകെ ഈ ബുക്കിൻ്റെ പുറത്തൊട്ടിച്ച സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഇതിനൊരു തലപ്പ് നമുക്ക് ഊരി കിട്ടണ്ടേ? ഊരി കിട്ടിയാലോ ഇതിൻ്റെ ഒരു തല എവിടെയെങ്കിലും ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ ചുളിയും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ഊരിയെടുത്ത് ഒട്ടിക്കാൻ. കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് നോക്കിയിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ കുറേ ശ്രമിച്ചിട്ടാണ് ഒരു തലപ്പ് കിട്ടി ഞങ്ങൾ ഒട്ടിക്കൽ തുടങ്ങിയത്. ഒട്ടിച്ച് കുറച്ചായിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ അടിയിലത്തെ സ്റ്റിക്കർ ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. ഒരാൾ അതിനെ കറക്റ്റ് എയർ കുടുങ്ങാണ്ടേയും ചുളിയാണ്ടേയും അതിനെ ഒട്ടിക്കുക. അത് ഒട്ടിക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രാപ്പർ ഇല്ലേ, ആ സംഭവമാണ്. കേക്കിൻ്റെ ക്രീം ഇങ്ങനെ ഒരേ ലെവലാക്കാൻ വേണ്ടി യൂസ് ചെയ്യണ സാധനം, അതാണ് യൂസ് ചെയ്തത്. അല്ലാണ്ട് നമുക്ക് ഷീറ്റിൻ്റെ കൂടെ അവരൊരു സാധനം തരുമൊന്നുമില്ല. പിന്നെ തുണി കൊണ്ടൊക്കെ ചെയ്യണം. ഞാൻ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഓരോ തരത്തിലാണ് ചെയ്യണത്. അപ്പം ഞങ്ങൾ അപ്പോൾ ഇത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിങ്ങനെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കൈകൊണ്ട് ഒട്ടിക്കുമ്പോഴൊന്നും നമ്മൾ കൈകൊണ്ടൊന്നും അമർത്തിയാൽ കറക്റ്റ് ആവണില്ല. അപ്പോഴാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ ഷീറ്റ് വലിച്ചു കൊടുത്തു. അവൾ ആ സ്ക്രാപ്പർ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു പോന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളത് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടയേർഡായി എന്ന് മാത്രം. ഒരു മുക്കാൽ മണിക്കൂർ പിടിച്ചു അത് ഒട്ടിക്കാൻ. ചുളിയാണ്ട് ഒട്ടിക്കണ്ടേ. ഞാനിത് ഒട്ടിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണത് എന്താ വെച്ചാൽ, ഓരോരുത്തർ കൗണ്ടർ ടോപ്പിലും പിന്നെ ചുമരുമ്മിലൊക്കെ ഈ ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട്. എങ്ങനെ ദൈവമേ ഇതും ഒട്ടിക്കണമെന്നാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ പീസ് ഒട്ടിക്കാൻ തന്നെ ഇനി ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാണ്ടാവുമായിരിക്കാം, എങ്കിലും അത് ഒട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ മക്കളുടെയൊക്കെ ഒരു കാര്യം നോക്കല്ലേ, അവരുടെ ആവശ്യമായപ്പോൾ അവർക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പം നമ്മളുടെ ഒരു ഡൈനിങ് ടേബിൾ എന്തെങ്കിലും ആണെങ്കിൽ അത് അമ്മയുടെ ആവശ്യമായി. ഇതിപ്പോൾ അവരുടെ സ്റ്റഡി ടേബിൾ ആയ കാരണം കൊണ്ട് അവൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് നോക്കി നോക്ക്. അതിലൊരു ചുളിവ് വരുമ്പോഴേക്കും അവളുടെ മുഖം മാറും. അവൾക്ക് വിഷമായി. എന്താ വെച്ചാൽ അതിൻ്റെ ഭംഗി പോവുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയാണ് അവരവരുടെ കാര്യങ്ങൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും വരും. അങ്ങനെ ഞങ്ങളുടെ ഒരു പീസ് ഒട്ടിക്കൽ കഴിഞ്ഞു. അടുത്ത പീസിനാണെങ്കിൽ അത് നന്നായി കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അത്രയും വീതി ഇവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം. മറ്റേത് ഒട്ടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. രണ്ടാമത്തെ പീസ് ഒട്ടിക്കാൻ ഞങ്ങൾ നല്ലോണം ബുദ്ധിമുട്ടി.
ഒട്ടിക്കൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാണ്ട് ഞങ്ങൾ കുറേ ഇതാക്കി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതൊന്ന് ഒട്ടിച്ചു തുടങ്ങാമെന്ന്. അപ്പം ആകെ ചുളിയാണ്. പിന്നെ അതിനഴിച്ചെടുത്തു, തിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് അതൊന്ന് ഒട്ടിച്ചെടുത്തത്. അവസാനമായപ്പോഴേക്കും എനിക്ക് നിൽക്കാൻ വയ്യാണ്ടായി. എത്ര നേരം നിൽക്കുക, അങ്ങനെ ഇരുന്നു. എന്തായാലും കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഞാൻ വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയി. പണ്ട് കാരണന്മാർ പറയുന്നത് വെറുതെ ഒന്നല്ല കേട്ടോ, കഷ്ടപ്പെട്ടുണ്ടെച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് പറയണത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.